either or and neither nor. എന്താണത്? കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതിലെ മെയിൻ വേർബ് ഏത് ഫോമിലായിരിക്കണം, സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ സെൻറ്റൻസിൽ അതിൻ്റെ അടുത്ത് വരുന്ന സബ്ജക്ട്സിന് അനുസരിച്ചിട്ടാണ്. ഓക്കെ, സബ്ജക്റ്റിൻ്റെ നമ്പറിന് അനുസരിച്ചിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്നതിനനുസരിച്ചിട്ടാണ് വെർബിൻ്റെ ഫോം നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നോക്കാം. Neither the woman's husband nor her friends understand the depth of her sorrow. ഈ സെൻറ്റൻസിൽ നമുക്ക് ഇതിലെ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലെ മെയിൻ വെർബ് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിലെ മെയിൻ വെർബ് എന്താണ്, ഇതിൻ്റെ മലയാളം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ഹസ്ബൻഡിനോ അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഓക്കെ, എന്താണ് അതിനകത്തുള്ള ആക്ഷൻ? മനസ്സിലാക്കുക. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ആക്ഷൻ വേർഡാണ്, നമുക്കറിയാം മെയിൻ വേർബ്. സോ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഈ വെർബിനോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹു അണ്ടർസ്റ്റാൻഡ്. ഹു എന്ന് ചോദിക്കുന്നതിന് ഉത്തരം നമുക്കിവിടെയുണ്ട് ദ വുമൺസ് ഹസ്ബൻഡ്, അതുപോലെ ഹെർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റുകൾ ഏതാണ്? വുമൺസ് ഹസ്ബൻഡ്, ദെൻ ഹെർ ഫ്രണ്ട്സ്. രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനകത്ത് ആദ്യം കിടക്കുന്നത് വുമൺസ് ഹസ്ബൻഡാണ്, അത് സിംഗുലറിലാണ്. രണ്ടാമത് കിടക്കുന്നത് ഹെർ ഫ്രണ്ട്സ് ആണ്, അത് പ്ലൂറൽ ഫോമാണ് അല്ലേ, കൂടുതൽ പേരുണ്ട്, ഒരാളല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പം വെർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഏതാണ്? ഹെർ ഫ്രണ്ട്സ്. വെർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് വേണം വെർബിൻ്റെ ഫോം. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെർബിൻ്റെ ഫോം അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്, റൈറ്റ്ലി പ്ലേസ്ഡ്. കറക്റ്റായിട്ടാണ് അവിടെ പ്ലൂറൽ ഫോം വച്ചിരിക്കുന്നത്. കാരണം ഫ്രണ്ട്സ് എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരേണ്ടത്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ റൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വാട്ട് ഈസ് എ സിംഗുലർ ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡ്? അണ്ടർസ്റ്റാൻഡ്സ്. എസ് ഉള്ള ഫോം വെർബിൽ വരുമ്പോൾ ദാറ്റ് ഈസ് സിംഗുലർ ഫോം. എസ് ഉള്ള ഫോം നൗണിൽ വരികയാണെങ്കിൽ അത് പ്ലൂറലാണ്. ഫ്രണ്ട്സ് എന്നുള്ളത് നൗണിൽ പ്ലൂറലാണ്. ബട്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വെർബിൽ എസ് വയ്ക്കുകയാണെങ്കിൽ ആ ഫോം സിംഗുലർ ആയിരിക്കും. ഇവിടെ വച്ചിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് പ്ലൂറൽ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ഈ സെൻറ്റൻസിൽ വേർബ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ വരാണെങ്കിൽ വെർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏത് നമ്പറിലാണ്, സിംഗുലറിലാണോ പ്ലൂറലാണോ എന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ വെർബിൻ്റെ ഫോം. ഓക്കെ, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഓൾറൈറ്റ്, താങ്ക് യു.